വാ കൂത്തരക്കുന്നത് സമീല വേമ്പട 11 മണിയായി. 11 മണി. ചിരുമൻ്റെ ഷൂട്ടുണ്ട്. അത് കേട്ടോ. ലൊക്കേഷൻ കുഞ്ഞോങ്കലം. നമ്മളെ പ്രൈത്തട്ടനെ കാത്തുക്കുന്നുണ്ട്. ഓക്കെ വേമ്പട സമീല. എൻ്റെ മക്കളെ എന്താ വെയിൽ പറയാവുന്ന സമീലട്ടാ. പോവാ പറഞ്ഞു കഴിഞ്ഞാൽ എത്താനും ലേറ്റ് ആവും. സംസാരിച്ചതിന് എത്താനും ലേറ്റ് ആവും. അതുകൊണ്ട് പോവുകയാണ്. നമ്മളെടുത്ത റോഡെല്ലാം വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അല്ല റോഡിൻ്റെ സൈഡിലെല്ലാം വൃത്തിയാക്കുന്നുണ്ട്. പുല്ലെല്ലാം കണ്ടിട്ടില്ല. കുടുംബശ്രീയാന്ന് തോന്നുന്നു. തൊഴിലുറപ്പാന്ന് തോന്നുന്നു. തൊഴിലുറപ്പന്നെ തോന്നുന്നു. എന്തുറപ്പായാലും ശരി ഉറപ്പിൽ വൃത്തിയായിക്കോണം. വൃത്തിയിൽ വൃത്തിയായിക്കോണം. എന്താ പറയേണ്ടതാ. പ്ലാസ്റ്റിക്കെല്ലാം കൂട്ടിയിട്ടുണ്ട്. വിഷ്വല വരാൻ പോകുന്ന സെറ്റാവും. അതാണ് റോഡ് സൈഡിലും സെറ്റാക്കും. അടിപൊളി സമീല വാ സമീല അതുകൊണ്ടാണ്. ഞാനങ്ങനെ കുഞ്ഞോങ്കലെത്തി. കുഞ്ഞോങ്കല ഞാൻ പറഞ്ഞില്ല ലൊക്കേഷൻ കുഞ്ഞോങ്കലാന്ന്. പ്രൈത്തേട്ടൻ്റെ വീട്ടിലെത്തി. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ബൈക്ക് വീടുണ്ട്. വണ്ടി എടുത്തിട്ടുണ്ട്. ബൈക്ക് വീടുണ്ട്. ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. പോവുകയാണ് പ്രൈത്തേട്ടാ സേ ഹായ്. നമ്മളൊരു ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ്. ലൊക്കേഷൻ ഈ സ്ഥലമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ലൊക്കേഷൻ ഒന്നും അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ വാ ഒരു ഹായ് പറഞ്ഞ. വാ ഭയങ്കരമായ സ്ഥലത്തെ കൂടിയാണ്. പാമ്പാറ്റം പായുന്നുണ്ടോ? ഇല്ലല്ലേ. ഭയങ്കരമായ സ്ഥലത്തെ കൂടിയാണ് പോകുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. കുണ്ടൽക്കാട് പോയ കായൽ. ഇത് പോയ കായലാ എന്നും കേട്ട്. ഭയങ്കരമായ ലൊക്കേഷൻ നോക്കിയിട്ട് അമ്മ വന്നത്. എന്തോ വണ്ടി ഉണ്ടല്ലോ. എന്തോ വണ്ടി. കായൽ ഇത് കായലാ. നോക്കിയ കായലാ ഇത്. പോയല്ല എന്തും കേട്ടെ. നോക്കട്ടെ. ഷൂട്ടിങ് പുരോഗമിച്ചിരിക്കുന്നു. നല്ലൊരു സാധനം കിടക്കുന്നു. ഒന്നാപിടിയുണ്ട്. നമ്മളെ ഷൂട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ ഇതുണ്ടല്ലോ ഈ നായ്ക്കള്. കുഴിയെടുത്തിട്ട് കുഴിയിലാണ് കിടക്കുന്നത്. ഈറ്റിങ്. അതിൻ്റെ ലോജിക്കെന്നാ മനസ്സിലായി. തണുപ്പിട്ടാനാന്ന് തോന്നുന്നല്ലേ. തണുപ്പിട്ടാൻ. എനിക്ക് ഭയങ്കര വെയിലാട്ടോ. കാരണം പുഴൻ്റെ ഭാഗത്തായതുകൊണ്ട് ഭയങ്കര വെയിൽ. തണുപ്പിട്ടാണെന്ന് തോന്നുന്നു. കുഴിയെടുത്തിട്ട് നായി തന്നെ കുഴിയെടുത്തിട്ട് കിടക്കുന്നു. നമ്മളെ ഒരു ഷൂട്ട് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ 3 മണിയായി. നമ്മൾ നേരെ പ്രൈത്തേട്ടൻ്റെ വീട്ടിലേക്ക് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി. മാമ്പഴ പുളിശ്ശേരി ആയതാണ് പ്രൈത്തേട്ടൻ്റെ ചേച്ചിൻ്റെ. ഈ ഒരു നാട്ടിലെ ഒരു സ്പെഷ്യലാണ്. നമ്മുടെ മോഹൻലാലിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല മാങ്ങയൊക്കെ പറിച്ച് വെച്ച് സെറ്റാക്കി അതുപോലെ സ്പെഷ്യൽ റെസിപ്പി. നമ്മൾ ഫുഡിന്റെ കാര്യത്തിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. ലേറ്റായി പോയിട്ടാ. നമ്മൾ 3:20 നമുക്ക് 1 മണിക്ക് അവിടെ നിന്ന് ഫുഡ് റെഡി ആയി വിളിച്ചതാണ്. പക്ഷേ ഡയലോഗെല്ലാം തെറ്റിച്ചത് കൊണ്ടും പിന്നെ കുറച്ച് അടിപൊളി സാധനം കേട്ടോ. ഞാൻ കാണോട്ടെ. ഞാൻ ഏതായാലും ബയ്യ പറയാം. അതിനെക്കുറിച്ച് നമുക്ക് ബയ്യ പറയാൻ പറയത്തേട്ടാ. അടിപൊളി സംഭവം കേട്ടോ. നമ്മൾ ഇത്ര ടൈം വെച്ചിട്ട് എടുത്തിനെങ്കിൽ അതിനുള്ള റിസൾട്ട് ഉണ്ട്. പിന്നെ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തരാം. ആദ്യം പരിചയപ്പെടുത്തന്നെ അങ്ങനെ വന്നു. ഹലോ നമസ്കാരം. എൻ്റെ പേര് ഷിജു എന്നാണ്. ഞാൻ ചെറുപുഴ. അപ്പോൾ നമ്മൾ ചിരുമേൻ്റെ ഒരു എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് വരികയാണ്. എല്ലാവരും കൂടിയും വളരെ വൈബായിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. രസകരമായിരുന്നു പരിപാടി. എന്തായാലും അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരെ പ്രൈത്തേട്ടൻ്റെ വീട്ടിലേക്കാണ്. അവിടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എല്ലാം സെറ്റാക്കി. മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എന്നൊരു സ്പെഷ്യൽ വിഭവമാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ വിനേഷ് ഭായിൻ്റെ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ്. നമ്മൾ കൂടെ നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഒരേ വൈബിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ രസമാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സമയം കണ്ടെത്തിയിട്ട് ഇതിലേക്ക് വരുന്നത്.
നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ചോദിച്ചേട്ടാ നമ്മുടെ എന്തോന്ന് മത്തിയാ മത്തി പൊരിച്ചത്. അതിൽ എനിക്ക് വേണ്ട ഫുഡാ ഞാൻ ഫുഡ് കഴിച്ചു. അതായത് കപ്പി പിന്നെ പന്നിയിറച്ചി അടിപൊളിയായിട്ട്. പന്നിയിറച്ചിയാ? കള്ള് ഷാപ്പിൽ തേങ്ങ എടുക്കാൻ പോകുന്ന സമയത്ത് മാമ്പഴ പുളിശ്ശേരി ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടുണ്ട്. കഴിച്ചോക്കട്ടെ. ഇങ്ങനെ എടുത്തിട്ട് ഫാൻ കംപ്ലൈൻറ്റാ. ചൂട് കുറവാണല്ലേ? മാങ്ങ മധുരത്തിന് ആറ് സൈഡാണ്, ഭയങ്കര ചൂടാണ്. ഇതെന്നാ ചക്കയാ? ചക്ക ചക്ക എവിടെയാ? അടിപൊളി മത്തി. കുഞ്ഞാത്തി കേട്ടാ. ഇതെവിടെ? നമ്മൾ നേരെ പിലാത്തറിലേക്ക് കേട്ടോ. പിലാത്തറിൽ റൈത്തേട്ടൻ്റെ ഷോപ്പിലേക്ക് വന്നു. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ ഷോപ്പ് ലീവാണ്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് അടുത്ത ഷൂട്ട് ചെയ്യേണ്ട ലൊക്കേഷനിലേക്ക് പോകും. ഷൂട്ടിംഗ് ലൊക്കേഷൻ പിന്നെ നമ്മൾ ഇവിടുന്നൊക്കെയാണ് ഷൂട്ട് ഉണ്ടായിരുന്നത്. ഇവിടുന്ന് അതുപോലെ ഇതാ ഈ ഗ്യാപ്പ് ഒന്ന് പിന്നാന്നല്ല ഒരാഴ്ച കഴിഞ്ഞ് ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ കഴിഞ്ഞ റീലില്ലേ അതിൻ്റെ ഷൂട്ട് എന്താന്ന് പ്രോഗ്രാം നമ്മളെ കഴിഞ്ഞ റീലൊന്ന് കണ്ടോട്ടാ. ഗാനമേള രാത്രി 10 മണി വരെ ഗാനമേള. ബാറ് തുറക്കാൻ 12 മണി, രാത്രി 12 മണി വരെ ബാറ് തുറക്കാം പെർമിഷൻ. അപ്പം അതിൻ്റെ ഒരു സംഭവം. കൂടെ ഉണ്ടായവർ അവരെ മൊബൈൽ എടുക്കാൻ വിട്ടുപോയി. മൊബൈൽ എടുക്കാൻ വിട്ടുപോയി അതെടുത്തിട്ട് വരട്ടെ. അവരെ മൊബൈൽ പ്രേതേട്ടൻ്റെ വീട്ടിൻ്റെ അവിടെ വെച്ച് മറന്നുപോയി പോകും. അവിടെ ഒരുമിച്ച് പോകും. വെറ്റ് ഞങ്ങളുടെ കാത്തേക്ക്. ഇത് കുഞ്ഞുമംഗലം ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ. വൈബ്രേഷൻ ഉണ്ടല്ലേ സൗണ്ട് എന്താ മീറ്ററിൻ്റെ മുമ്പുണ്ടായിനി. എന്നിട്ട് അവരെന്തോ റബ്ബറിൽ ഇട്ടിട്ട് ചുറ്റിൽ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചിട്ടിട്ട് ശരിയാക്കി. ഇപ്പോൾ റബ്ബർ ഈ അടുത്ത് പൊട്ടിപ്പോയി. അതിന് ശേഷം ഇതാ സൗണ്ട് വരും. കണ്ടോ സൗണ്ട് പോയിട്ടുണ്ടോ? കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു റബ്ബർ ഇട്ട് ബ്ലാക്ക് റബ്ബർ. ഈ ട്യൂബിൻ്റെ എല്ലാം സൈക്കിളിൻ്റെ എല്ലാം ട്യൂബില്ലേ അത് വട്ടത്തിൽ മുറിക്കുന്നില്ലേ? വട്ടത്തിൽ മുറിച്ചാൽ ഈ ട്യൂബിന് ഇങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ട്യൂബിൻ്റെ വട്ടത്തിൽ മുറിച്ചാൽ റബ്ബർ ബാൻഡ് പോലെ കിട്ടൂലേ? അതിവിടെ ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വലിച്ചിട്ടാൽ മതി. അന്ന് സർവീസ് സെൻ്ററിൽ പോയാൽ ഞാൻ സർവീസ് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ പറഞ്ഞ് എന്നാ ഇത് സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ട് 1-2 വട്ടം പറഞ്ഞു. എന്നിട്ട് 2 വട്ടം 3 വട്ടം പറഞ്ഞു. 3ാമത്തെ തവണ പോയാലും 2-3 വട്ടം പോയാലും പറഞ്ഞു. എന്നിട്ട് പിന്നെ പോയാലും അവർ എനിക്കിതിങ്ങനെ ഇതിൻ്റെ ഇടയിൽ റബ്ബർ ബാൻഡ് ഇട്ടെന്ന് എന്താക്കിയെന്നറിയില്ല. ഇങ്ങനെ പിന്നെ സൗണ്ട് ഉണ്ടായിട്ടില്ല. ഈ അടുത്തുണ്ട് ഒരു സാധനം ഒരു വയറുണ്ട് പൊട്ടി വരുന്നത്, റബ്ബറുണ്ട് പൊട്ടി വരുന്നത്. അപ്പോൾ ഞാൻ വലിച്ച് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ അതിൻ്റെ അറ്റം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ബെല്ലിന് പുറത്തേക്ക് വന്നു. ഞാൻ വലിച്ച് പുറത്തെടുത്തു. അതിങ്ങനെ കുടുങ്ങി കിടക്കുന്നു. ഇങ്ങനെ 2 അറ്റം ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ പുറത്തെടുത്താൽ അപ്പം എനിക്ക് മനസ്സിലായി ഇവർ റബ്ബർ ബാൻഡ് ട്യൂബിൻ്റെ എന്തോ റബ്ബർ ബാൻഡ് പോലത്തെ ഒരു സാധനം ഇട്ടതാണ്. ഒരു ബ്ലാക്ക് സാധനം ഇട്ടതാണ്. അപ്പോൾ ഇനിയിപ്പോൾ റബ്ബർ ബാൻഡായിട്ട് ഇങ്ങനെ ഇടണം. എന്നാൽ പിന്നെ ഇത് നിൽക്കും. കണ്ടോ കിട്ടിയാ ഫോൺ കിട്ടിയാ തോന്നുന്നു വണ്ടിയിൽ. കാറിലായിരിക്കും. പ്രേതനം കാർ എടുത്തിട്ട് പോയി. അവരെ ഫോണ് ഏതായാലും നമുക്ക് പിലാത്ര ഗോയിൻ ടു പിലാത്ര. ചായ കുടിക്കണം. ചായ ആയില്ലേ? സമയമായി 4:40. അങ്ങനെ പിലാത്ര പ്രേതട്ടൻ ഷോപ്പ് ഇന്ന് ഞായറാഴ്ച ലീവാണ്. അങ്ങനെ വണ്ടിയുടെ വെച്ച് പോയാണ്. ഒരു ചായ കുടിക്കണം. ചായ മസ്റ്റായിട്ട് കുടിക്കണം. അങ്ങോട്ട് പോകല്ലേ? പോകാം മക്കളെ പോകാം. യെസ് ഇവിടെ തന്നെ നിർത്തി. ഇതിൻ്റെ തൊട്ടിപ്പുറം ചായക്കട ഉണ്ട്. കുറച്ച് തിരക്കാണെന്നുണ്ട്. തിരക്കായതുകൊണ്ട് എൻ്റെ ചായക്ക് ടൈം എടുക്കുമെന്നറിയില്ല. പ്രേതേട്ടാ എന്നാൽ വേഗം നോക്കാം. അപ്പം നമുക്ക് നമ്മളെ പണി നടക്കണ്ടേ. വേഗം വെച്ച് പ്രേതേട്ടന് കിട്ടിയിട്ടുണ്ട്.
ഉണ്ടോ പേപ്പറുണ്ടോ ഇത് മുളക് വെച്ചാൽ പാമ്പൂരിയാ അത്ര മതി ഞങ്ങൾക്ക് പഴംപൊരി ഭയങ്കര ഫ്ലിക്കറിങ്ങനെ ആടി അടിയും ആ ട്യൂബ് ഉണ്ടാകാം ഒന്നും മുഴുവൻ വേണ്ട പഴംപൊരി ചിപ്സ് പോലെ ഹാളയും പൊരി അല്ലേ പൊരി ആ ക്രിസ്പി നല്ല രസമുണ്ട് കേട്ടോ ക്രിസ്പി ആയാലും അല്ലേ അതെ ചായ ട്യൂബിലാണ് നീ മിന്നിക്ക് കൊടുക്കുന്നത് ഈ ട്യൂബാണ്ടോ ഈ ട്യൂബ് ഭയങ്കര മിന്നല് ഈ ട്യൂബ് എവിടെ ഉണ്ടോ അവിടെ നല്ല മിന്നും ഭയങ്കര മിന്നാണ് ഫ്ലിക്കറിങ്ങാണ് ഇതാ ട്യൂബാന്ന് മൊത്തമുള്ളത് കേട്ടോ മിന്നാണല്ലോ ഈ പകലിങ്ങനെ മിന്നണമെങ്കിൽ നമ്മൾ കണ്ണോട് നോക്കുമ്പോൾ മിന്നൂല പക്ഷെ ക്യാമറയിൽ മിന്നുന്ന കിട്ടും ഫ്ലിക്കറിങ് നമ്മ അങ്ങനെ ഫൈനലി ഒരു സ്ഥലത്തെത്തിയിരിക്കുകയാണ് ആ പൂഴിത്തോട്ടം കാണിച്ചു കൊടുക്കാൻ പറ്റുമല്ല പൂഴിത്തോട്ടം ഇവിടെ വരുന്നതൊക്കെ ഇഷ്ടം പോലെ വണ്ടി ഒരുപാട് വണ്ടി ഇതാണ് നമ്മുടെ കൂക്കു വണ്ടി പോകുന്നത് റെയില് തീവണ്ടി പോകുന്ന റെയിൽ വെള്ളം ഏറ്റാൻ തോന്നല്ലേ യെസ് വെള്ളം ഏറ്റാണ് ക്യാമറ എല്ലാം ഇതാക്കിയിട്ട് ആരെങ്കിലും കാണുമ്പോൾ അല്ല ക്യാമറ എല്ലാം ഓണാക്കിയിട്ട് വരുന്നു ഇത് മുകളിൽ റെയിൽ സൂര്യൻ നോക്കിയേ നമുക്ക് നടക്കുമോ എത്തട്ടോ ജസ്റ്റ് ഞാൻ ഒന്ന് വാച്ചാക്കട്ടെ നോക്കട്ടെ ഇതാ റെയിൽ അങ്ങനെ റെയിൽ കാണിച്ചു തരാൻ വെച്ചിട്ടാ ചൂണ്ടിടാൻ വരുന്ന ടീമാണെന്ന് തോന്നുന്നു കേട്ടോ ഇതിലൂടെ കണ്ടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ബാക്കിൽ ചൂണ്ട ടീംസാണ് അതോളം ചൂണ്ടിടുന്നുണ്ട് കേട്ടോ യെസ് ഇവിടെ ഫാമുണ്ട് ചൂണ്ടിടുന്ന കേട്ടെ അങ്ങനത്തോളം ആൾക്കാർ ചൂണ്ടിടുന്നുണ്ട് ഫാമിലി എല്ലായിട്ട് ചൂണ്ടിടുന്നുണ്ട് യെസ് വെറുതെ അല്ല അങ്ങനെ പറ ഇത് റെയിലിൻ്റെ സൈഡിലേട്ടാ അല്ല ഇത് ഫാമാണ് തോണിയുണ്ടോ തോണി ഫൈബർ എന്നല്ലേ എന്താണ് വാ പോവാ ചക്കര അത് ചെമ്മീൻ്റെ ഫീഡിങ് ആണ് ചെമ്മീൻ ഇങ്ങനെ വളർത്തുന്ന മീനിൻ്റെ ഫീഡ് ചെയ്യുന്ന ഇതാന്ന് തോന്നുന്നു നമുക്ക് അങ്ങോട്ട് പോവാം നമ്മളങ്ങനെ ഇവിടെ നിന്ന് പോയാണ് എന്താക്കുന്നത് ഇതിനേക്കാൾ നല്ലത് നമ്മ ആദ്യം കണ്ടല്ലേ മണൽത്തിട്ട അടുത്തേക്ക് തന്നെ ബക്കമാണ് മണൽ ആടം സാലണ്ടോ അല്ലേ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തി എന്താ നമ്മുടെ സെറ്റ് ആർട്ട് അപ്പോൾ പരിപാടി ഇങ്ങനെ നടക്കുകയാണ് എന്താ മണലാരുണ്യം എന്താ പറയല്ലോ ശ്രീത്തേട്ടാ ശ്രീത്തേട്ടാ വളരെ തുടങ്ങാം നമുക്ക് യെസ് വണ്ടിയിലുണ്ട് നമ്മൾ ഷൂവാട് ഊരി വെച്ചിട്ടുണ്ട് മലരാരുണ്യം ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും രാജസ്ഥാനോ വേറെ എവിടെയെന്ന് അറബ് രാജ്യമാണോ എന്നൊക്കെ വിചാരിക്കും അല്ല നമ്മുടെ കേരളം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ചെരുപ്പിടാണ്ട് നിലം കണ്ട ഫുള്ള് മറ്റേ സാധനം മറ്റേക്കല്ല കണ്ട മണലാരുണ്യം കണ്ട ഒന്നും പറയണ്ട തറക്കുന്നു അപ്പോൾ ഷൂട്ടിൽ കിടക്കട്ടെ കേട്ടോ കാരണം എന്നറിയാം വ്ളോഗിനെ കൊണ്ട് അതായത് വീഡിയോ എടുത്ത് കളിച്ച് കഴിഞ്ഞാൽ നടക്കില്ല ഷൂട്ട് നടക്കില്ല നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ സൂര്യൻ സൂര്യമാമൻ താവുന്നു 7 മണിക്ക് താണതിനാൽ പിന്നെ ലൈറ്റ് കുറയും പിന്നീട് ലൈറ്റ് ഉണ്ടാവില്ല നല്ല കാറ്റുണ്ടല്ലേ നല്ല കാറ്റ് എന്താ കാറ്റ് സൂപ്പർ കാറ്റ് സൂപ്പർ അപ്പോൾ ശരി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഷൂട്ട് ചെയ്യട്ടെ